കടലിടുക്ക് വഴി കടന്നുപോകാൻ ഇന്ത്യൻ കപ്പലുകൾ ടോൾ നൽകിയെന്ന വാദങ്ങൾ ഇറാൻ തിങ്കളാഴ്ച നിരസിച്ചു. വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണുള്ളതെന്ന് ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഫദാലി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ എന്തെങ്കിലും ഈടാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിനോട് ചോദിക്കാം. ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫദാലി പറഞ്ഞു. തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സുരക്ഷിതമായി കടന്നു പോകുന്നതിന് ഇന്ത്യ പണം നൽകിയെന്ന സൂചനകൾ നിരാകരിക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഗതാഗതം ഫലപ്രദമായി നിയന്ത്രിച്ചതിനെ തുടർന്ന് 9 ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് കാരിയറുകൾക്ക് പുറത്തുകടക്കാൻ ടോൾ നൽകിയെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ ആവർത്തിച്ച് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പതാകയുള്ള 15ഓളം കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യയെ വിശ്വസ്ത പങ്കാളിയായി വിശേഷിപ്പിച്ചുകൊണ്ട് ടെഹ്റാൻ ന്യൂഡൽഹിയുമായി നല്ല ബന്ധം നിലനിർത്തുന്നുണ്ടെന്നും ഫദാലി ഊന്നി പറഞ്ഞു. ഈ ദുഷ്കരമായ സമയത്ത് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ഇറാനും ഇന്ത്യയും പൊതുവായ താൽപര്യങ്ങളും പൊതുവായ വിധിയും പങ്കിടുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ വളർന്നുവരുന്ന പ്രതിസന്ധിക്കിടയിലും നയതന്ത്രപരമായ ഊഷ്മളത തുടരുന്നതിന്റെ സൂചനയായി ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ സൗഹൃദ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യക്കും മറ്റു പല രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ ഹോർമുസ് കടലിടുക്ക് ഒരു നിർണായക ഊർജ്ജ ഇടനാഴിയായി തുടരുന്നു. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെയും LPG-യുടെയും പകുതിയോളം ഇറക്കുമതി ഇടുങ്ങിയ ചോക്ക് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്ലാമാബാദിൽ അനിശ്ചിതത്വത്തിലായ ചർച്ചയ്ക്ക് ശേഷം നിയമവിരുദ്ധമായ ആവശ്യങ്ങളെന്ന് വാഷിംഗ്ടൺ വാദിക്കുന്നത് ഒഴിവാക്കുന്ന പക്ഷം ഇറാൻ അമേരിക്കയുമായി മറ്റൊരു റൗണ്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇറാനും US-ഉം തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ ഒരു വഴിത്തിരിവുമില്ലാതെ അവസാനിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. അമേരിക്കൻ പക്ഷം മുന്നോട്ട് വെച്ച അസ്വീകാര്യമായ വ്യവസ്ഥകൾ മൂലമാണ് ചർച്ചകൾ പരാജയപ്പെട്ടതെന്നും ഫദാലി പറഞ്ഞു. അവർ ഞങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ അത് സാധ്യമാണ്. ഭാവിയിലെ ഇടപെടലുകൾക്കുള്ള വാതിൽ തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നും ടെഹ്റാന് പണം നൽകുന്നതായി ആരോപിക്കപ്പെടുന്ന കപ്പലുകൾ തടയുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയോട് പ്രതികരിച്ചുകൊണ്ട് ഇറാന്റെ കഴിവുകളെക്കുറിച്ച് വാഷിംഗ്ടണിന് പൂർണ്ണമായും അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ പ്രാദേശിക ജലാതിർത്തിക്കുള്ളിലാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. നിർണായകമായ കപ്പൽ പാതയിലേക്കുള്ള നിയന്ത്രണത്തെയും പ്രവേശനത്തെയും ചൊല്ലിയുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ അവകാശവാദം ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.